ഹായ് വെൽക്കം ടു മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് മലബാർ കിച്ചണിൽ മലബാറിൻ്റെ ഏറ്റവും സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടുള്ള കായ്പോളയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞങ്ങളുടെ പയ്യന്നൂർ സൈഡ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇത്തയൊക്കെ എപ്പോഴും നോമ്പ് തുറക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നതാണ്. ക്യാരറ്റ് പോളയും അതുപോലെ തന്നെ കായ്പോളയും. ക്യാരറ്റ് പോളയുടെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഞങ്ങളുടെ അവിടെയുള്ള ഇത്ത തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള അതേ കൂട്ടുവെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കായ്പോളക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. 2 നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഒത്തിരി വലുതൊന്നുമല്ല. ഇനി അതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി തിന്നായിട്ട് കാരണം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. ഏകദേശം ഈ ഒരു കട്ടിയിൽ മുറിച്ചെടുത്താൽ മതി. കാരണം നമ്മളിത് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഒത്തിരി തിന്നായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു 2 നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് 3 മുട്ടയാണ്. 3 മുട്ട മുതൽ തുടങ്ങി നിങ്ങൾക്ക് 4 മുട്ട വരെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 മുട്ടയെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടില്ലെങ്കിൽ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് പഞ്ചസാരയായിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ആ ഏലക്കയുടെ ആ നാരൊക്കെ ഇതിനകത്ത് വന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കായ്പോള നല്ല ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചെറു ചൂടുള്ള പാലിൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് പാലാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ പാലും ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് പാൽപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കായ്പോളക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ശരിക്കും ഒരു മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മുട്ടയുടെ മിക്സ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കായ്പോള നമുക്ക് റെഡിയാക്കി എടുക്കാം. പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേ സോസ് പാനിലോട്ടേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ പഴം മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചൂടായ നെയ്യിലോട്ടേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പഴത്തിനെ നമുക്ക് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ പഴത്തിൻ്റെ വെച്ച് റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ജസ്റ്റ് നെയ്യിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഏകദേശം നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കായ്പോളക്ക് വേണ്ടി നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ പഴം ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കുറച്ച് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇതിന്റെ മുകൾ ഭാഗം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കായ്പോള കുക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു ഉപയോഗിക്കാത്ത ഒരു പാനാണ് ഇതിനടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്തായിട്ട് സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സോസ് പാൻ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് കുക്കർ ഉപയോഗിക്കാം. കുക്കർ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും താഴെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്ത തവയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. കാരണം കായ്പോളയാണെങ്കിലും മറ്റുള്ള ക്യാരറ്റ് പോളയൊക്കെ ആണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും ഇതുപോലെ അടിയിലൊരു തവ വെച്ച് കൊടുക്കാൻ നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സോസ് പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മുഴുവനായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. സോസ് പാൻ ഉപയോഗിക്കുമ്പോൾ ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്ന് നമുക്ക് പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാനൊന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ശരിക്കും എല്ലാ സൈഡും ഒരേ ലെവൽ വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക. മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് ഇത് കുക്കായി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി.
ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് തുടങ്ങി 25 മിനിറ്റ് വരെയൊക്കെ എടുക്കും. അപ്പൊ നിങ്ങൾ വെക്കുന്ന ഫ്ലെയിമിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വെക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ 30 മിനിറ്റോ അതല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ച് വെച്ചതിൽ നമ്മൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു കശുവണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഇതിനകത്തോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ട്യൂട്ടി ഫ്രൂട്ടി റെഡ് കളറില്ല അത് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം മുഴുവൻ ഇതുപോലെ ഗാർണിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്കൊന്ന് റെഡി ആയി കിട്ടും. അപ്പൊ കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം ഇതുപോലെ. എന്നിട്ട് സ്റ്റിക്ക് ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം ഇതിന് മുകൾ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊരു പാനിലോട്ട് മാറ്റാം. അപ്പൊ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം, എന്നിട്ട് ഒരു ഇത്തിരി നെയ്യ് തൂക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ആ ഒരു കളർ ചേഞ്ച് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് തണുത്തതിന് ശേഷം മുറിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ നെയ്യ് തൂക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതിനകത്തോട്ടേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഞാനിത് പാനിനകത്തോട്ടേക്ക് അതിന്റെ മുകൾ ഭാഗം ശരിക്കും താഴെ വരുന്ന രീതിയിലൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒക്കെ മതി. ഒരു 2-3 മിനിറ്റിനടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നോമ്പ് തുറക്കൊക്കെ ശരിക്കും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.